നമസ്കാരം. ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിയത് തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് ആണ്. അവർ കണക്കുകൂട്ടിയത് എന്തെല്ലാമായിരുന്നു? കർണാടകയിൽ 18 മുതൽ 20 സീറ്റ്, ആകെ 28 സീറ്റിൽ 18 മുതൽ 20 സീറ്റ് നേടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് അവർ കണ്ടില്ല. കാരണം അവിടെ പ്രജ്വൽ രേവണ്ണയുടെ വലിയ ലൈംഗിക ആഭാസങ്ങൾ നിറഞ്ഞ കഥ നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ സീറ്റ് കിട്ടാതിരിക്കും? ഈശ്വരയ്യപ്പ എന്ന് പറയുന്ന BJP നേതാവ് തൻ്റെ സ്വന്തം മകനെ തന്നെ റിബൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് കർണാടകയിൽ BJPക്ക് വലിയ തോതിൽ തിരിച്ചടി നൽകാൻ പറ്റും. സിദ്ധരാമയ്യയുടെ ശക്തമായ ഗവൺമെൻറ്, അവിടെ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് വോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഗവൺമെൻറ്, സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്. അങ്ങനെ സിദ്ധരാമയ്യയുടെ ജനപ്രീതിയിൽ അവിടെ വോട്ട് മറയ്ക്കാം. അങ്ങനെ ഇത്തവണ കർണാടകയിൽ 22 സീറ്റിൽ 18 to 20 സീറ്റ് നേടാം. കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത്, ഒരു സീറ്റാണ് ആപ്പാടെ ജനതാദൾ എസിന് കിട്ടിയത്. ആ സ്ഥലത്താണ് ഇത്തവണ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ വിജയിച്ച കർണാടകയിൽ BJPക്കുള്ളിൽ വലിയ തമ്മിലടി നടക്കുമ്പോൾ ആ അട്ടിമറികൾ നടത്താം. എന്നാൽ ലിംഗായത്ത് വോട്ടുകളെ അട്ടിമറിക്കാൻ വേണ്ടി യെദ്യൂരപ്പയുടെ മകനെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കുകയും അങ്ങനെ വലിയ ഒരു അട്ടിമറിക്ക് പ്രവർത്തനം നടത്തുകയും ചെയ്ത് കൊണ്ട് നരേന്ദ്രമോദി എത്തിയത്. കഴിഞ്ഞ തവണ പലതവണ നിയമസഭാ ഇലക്ഷൻ സമയത്ത് നരേന്ദ്രമോദി കർണാടകയിൽ തേരോട്ടം നടത്തിയെങ്കിലും കോൺഗ്രസ്സിനായിരുന്നു മുന്നേറ്റം. ഇതുപോലെ തന്നെയായിരുന്നു ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് പ്രകാരം 23 സീറ്റ്, 20 മുതൽ 23 സീറ്റ് വരെ BJPക്കും ജനതാദൾ എസിനും കൂടി കിട്ടുമെന്നാണ് പറയുന്നത്. പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാഭാസ കഥകളോ ബലാത്സംഗ കഥകളോ ഒന്നും തന്നെ അവിടെ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊണ്ട് പറയുന്നത്. എന്നാൽ ഇതിനെ നഖശികാന്തം എതിർക്കുകയാണ് DK ശിവകുമാറും അതേപോലെ സിദ്ധരാമയ്യയും. അവിടെ നിർബന്ധമായിട്ടും ഈ 18 സീറ്റുകൾ വരെ കിട്ടും, 15 സീറ്റ് മിനിമം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്ന സർവേ എല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നമുക്കറിയാം തെലങ്കാനയിൽ വലിയ അട്ടിമറിയോട് കൂടിയിട്ടാണ് കോൺഗ്രസ് അവിടെ വിജയിച്ച് കഴിഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് അട്ടിമറി വിജയം തെലങ്കാനയിൽ കോൺഗ്രസ് നേടി. BRSനെ അട്ടിമറിച്ചുകൊണ്ട്, ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയെ അട്ടിമറിച്ചുകൊണ്ട് ആണ് അവിടെ കോൺഗ്രസ് വിജയം നേടിയത്. അവിടെയാണ് ഇപ്പോൾ BJP 7 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. മുമ്പ് 4 സീറ്റായിരുന്നു, 3 സീറ്റും കൂടി കിട്ടുമ്പോൾ 7 സീറ്റ് കിട്ടുന്നു. അവിടെ എന്നാൽ 12 സീറ്റാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്, 12 മുതൽ 13 സീറ്റ്. അങ്ങനെ കർണാടകയിലും ഇവിടെയും കൂടെ ആയിട്ട് 30 സീറ്റ് കൃത്യമായിട്ട് കണക്കൂട്ടിയതാണ് കോൺഗ്രസ്. എന്നാൽ അവർ പറയുന്നത് ഈ 2 സ്ഥലത്തും ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും ശരിയല്ല എന്നാണ്. കോൺഗ്രസ് വളരെ ശക്തമായ രൂപത്തിൽ ഒരു പ്ലാനിങ് ആണ്, എല്ലാ ചാനലുകളെയും കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ആണ് നടന്നിരിക്കുന്നതെന്ന്. എന്നാൽ ഇതിലപ്പുറത്തേക്കാണ് മറ്റൊരു സ്ഥലം, ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിൻ്റെ തേരോട്ടത്തെ നിർത്തിക്കൊണ്ട് അവിടെ തെലുങ്ക് ദേശവുമായി ചേർന്നുകൊണ്ട് BJP മത്സരിക്കുകയും അവിടുത്തെ നിയമസഭാ ഇലക്ഷനിലടക്കം വിജയം നേടും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല 25 സീറ്റിൽ 22 സീറ്റും, 25 സീറ്റുള്ള ലോക്സഭാ സീറ്റിൽ 22 സീറ്റും തെലുങ്ക് ദേശവും അതേപോലെ BJPയും നേടുമെന്നാണ് പറയുന്നത്. BJPക്ക് 6 സീറ്റ് വരെ അവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സീറ്റുമില്ലാത്ത അവിടെ 6 സീറ്റ് കിട്ടുന്നത് വലിയ നേട്ടമായിരിക്കും. ഈ വിധത്തിൽ തെക്കേ ഇന്ത്യയിൽ വലിയ തേരോട്ടം നടത്തുമ്പോൾ കേരളത്തിൽ 3 സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നത് വലിയ ഒരു ഭൂകമ്പം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP ഒരു കാലഘട്ടത്തിലും വിജയിക്കില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ വിജയക്കൊടി 3 സീറ്റ് കിട്ടും. 3 സീറ്റ് കിട്ടിയാൽ അതിനർത്ഥം 20 സീറ്റ് കിട്ടിയതിന് തുല്യമാണ്. 20 സീറ്റ് കിട്ടിയതിന് തുല്യമായ തൃശ്ശൂരിൽ, അതുപോലെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ,
ഈ 3 സ്ഥലങ്ങൾ ജയിക്കുമെന്നാണ് പറയുന്നത്. 2 സീറ്റ് ഉറപ്പ്, മൂന്നാമത്തെ സീറ്റ്. ചില ചാനൽ സർവേ ABC സർവേയിൽ 1 സീറ്റ് മാത്രമാണ് പ്രവചിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ മുരളീധരൻ പറയുന്നത് ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ല എന്നാണ്. എന്നാൽ ക്രൈമിൻ്റെ നിരീക്ഷണത്തിൽ അവിടെ സ്ത്രീ വോട്ടർമാർ കണ്ടമാനം കൂടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ട് ഒരു സിറ്റിയിലെല്ലാം അട്ടിമറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കെ മുരളീധരൻ പറയുന്നത് അങ്ങനെയല്ല. 2 സ്ഥലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടാം, 2 നിയോജകമണ്ഡലത്തിൽ കിട്ടാം. എന്നാൽ 5 നിയോജകമണ്ഡലങ്ങളിൽ ഒരു കാരണവശാലും BJP കിട്ടില്ല. അത് കോൺഗ്രസിനാണ് മുൻതൂക്കമുള്ളത്. ആ മുൻതൂക്കത്തിൽ തന്നെ അവിടെ അവർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുസ്ലിം പോളറൈസേഷനും ക്രിസ്ത്യൻ പോളറൈസേഷനും നടന്നിട്ടുണ്ട് തൃശ്ശൂരിൽ. അത് കണക്ക് കൂട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം വരുന്നത് ചിലപ്പോൾ തൃശ്ശൂർ സിറ്റിയിലെ കണക്കനുസരിച്ചായിരിക്കാം എന്നാണ് മുരളീധരൻ പറയുന്നത്. എന്തായാലും കേരളത്തിൽ തൃശ്ശൂരിൽ BJP വിജയിക്കുകയാണെങ്കിൽ അത് വലിയ അട്ടിമറി വിജയമായിരിക്കും. മുമ്പ് തിരുവനന്തപുരത്ത് ഏകദേശം വിജയം വരെ എത്തിയെങ്കിലും അപ്പോഴും വിജയിക്കാൻ പറ്റിയില്ല. 15,000 വോട്ടിന് ഭൂരിപക്ഷത്തോടുകൂടി ശശി തരൂർ വിജയിക്കുകയാണ് ചെയ്തത്. രാജഗോപാലിന് അട്ടിമറി വിജയം നേടുകയാണ് ചെയ്തത്. ഇത്തവണ അവിടെ ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ, തിരുവനന്തപുരത്ത് ശശി തരൂരിനെ അട്ടിമറിഞ്ഞുകൊണ്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പ്രയാസം തന്നെയാണ്. പക്ഷേ ആ പ്രയാസം ഇത്തവണ വളരെ കാൽക്കുലേഷനോട് കൂടിയിട്ടാണ് നടത്തിയത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്വന്തമായിട്ടുള്ള പ്രയത്നം വഴിയെ തന്നെയാണ് അവിടെ വിജയം വരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 350ഓളം തൻ്റെ ജീവനക്കാരെ കൊണ്ടുവന്ന് കൃത്യമായി പ്ലാനിങ്ങോട് പ്രവർത്തിച്ചിട്ടാണ്, ശമ്പളം കൊടുത്ത് പ്രവർത്തിപ്പിച്ചിട്ടാണ് അവിടെ അട്ടിമറി വിജയം നേടാൻ പോകുന്നത്. BJP നേതാക്കന്മാരെ ആയിരുന്നു അത് നടത്തിയിരുന്നെങ്കിൽ അവിടെ ആ കാര്യം നടത്തുമായിരുന്നില്ല. അതിന് കാരണം പറയുന്നത് മുമ്പ് നേതാക്കന്മാർക്കാണ് പണം കൊടുക്കാറ്, അവർ എല്ലാം തന്നെ വെട്ടി വിഴുങ്ങും. ഇത് രാജീവ് ചന്ദ്രശേഖർ പഠിക്കുകയും അവിടെ നേരിട്ട് അണികളിലേക്ക് പണം കൊടുക്കുകയും അവർക്ക് പ്രചരണത്തിനായ ആവശ്യമായ ചെലവ് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി താഴെ തൊട്ടുള്ള അണികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. മുമ്പ് നേതാക്കന്മാർക്ക് കൊടുത്ത സമയത്ത് നേതാക്കന്മാർ അത് 70% വിഴുങ്ങും, 30% മാത്രം താഴേക്കെത്തും. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് തൻ്റെ 350ഓളം ജീവനക്കാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക മാത്രമല്ല സാധാരണ അണികളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. ഈ വിധത്തിൽ തീരദേശ മേഖലയിലടക്കം വലിയ അട്ടിമറികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഒരു വീട്ടിൽ 8 തവണയൊക്കെയാണ് വോട്ട് ചോദിച്ച് രാജീവ് ചന്ദ്രശേഖർ ചെന്നത് എന്നാണ് പറയുന്നത്. ഈ വിധത്തിൽ തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ചു എന്നതാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് മറ്റൊരു മണ്ഡലമായ ആറ്റിങ്ങൽ ഒരു കൊല്ലം മുമ്പേ മുരളീധരൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഉഴുതുമറിച്ച് വളക്കൂറുണ്ടാക്കി വെച്ച സ്ഥലത്താണ് ഇപ്പോൾ കെ മുരളീധരൻ കഴിഞ്ഞ ഒരു കൊല്ലമായി പ്രവർത്തിച്ച് അവിടെ അട്ടിമറി വിജയം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള വിവരമാണ്. എന്നാൽ ഈ 3 സ്ഥലങ്ങളിലും മറ്റൊരു വിശേഷതയുണ്ട്. ഈ 3 സ്ഥലത്തും പിണറായി വിജയനെ പേടിപ്പിച്ച് കരുവന്നൂർ ബാങ്കിലെ എല്ലാവരും അറസ്റ്റ് ചെയ്യും, മാസപ്പടി വിവാദത്തിൽ അറസ്റ്റ് ചെയ്യും, സ്വർണ്ണക്കളകടത്തിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള പേടിപ്പിച്ച് 1,00,000 വോട്ട് വീതം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും അതേപോലെ ആറ്റിങ്ങലും മറച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് കൃത്യമായി നടന്നാൽ തീർച്ചയായും ഈ 3 സ്ഥലത്തും BJP വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളത്തിൽ 3 സ്ഥലങ്ങളിലും വിജയിക്കുന്നതോടെ മറ്റൊരു സ്ഥലമാണ് തമിഴ്നാടിൽ വലിയ മോദി നിരന്തരമായിട്ടാണ് പ്രവർത്തനം നടത്തിയത്. ഇലക്ഷന് മുമ്പേ തന്നെ അവിടെ പ്രവർത്തനം തുടങ്ങി. മാത്രമല്ല അയോധ്യയിൽ നടത്തിയ പൂജാകർമ്മങ്ങൾക്ക് മുന്നോടിയായി സീതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പൂജകൾ, സീതയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ചെന്ന് രാമനാഥപുരത്ത് ചെന്ന് കൃത്യമായി ചില പൂജകളും അദ്ദേഹം നടത്തുകയുണ്ടായി. ആ പൂജകളുടെ ഫലമായി തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടെ 3 സീറ്റ് മുതൽ 4 സീറ്റ് വരെ BJP നേടുന്നു എന്നർത്ഥം. BJP സ്ഥാനാർത്ഥികളല്ല വിജയിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും തെക്കേ ഇന്ത്യയിൽ BJP മുമ്പത്തെ മാതിരിയല്ല 10-35 സീറ്റുകൾ 10-40 സീറ്റുകൾ അവർ നേടാൻ പോകുന്നു സ്വന്തമായി നേടാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് പ്രത്യേകിച്ചും കർണാടകയിൽ അവർ 20 സീറ്റുകൾ തന്നെ സ്വന്തമായും, ആന്ധ്രാപ്രദേശിൽ 6 സീറ്റുകളും, അതേപോലെ തെലങ്കാനയിൽ 6 സീറ്റും കൂടെ 32 സീറ്റുകളും, പിന്നെ കേരളത്തിൽ 3 സീറ്റും 35 സീറ്റും, കൂടാതെ തമിഴ്നാട്ടിൽ 3 സീറ്റും 36 സീറ്റ് വരെ അവർ നേടാൻ പോകുന്നു എന്നുള്ളതാണ്. 132 സീറ്റുകളാണ് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ളത്. പിന്നെ തെലുങ്ക് ദേശത്തിന് കിട്ടുന്ന സീറ്റുകൾ വേറെ, അതുകൂടി കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏകദേശം 45 സീറ്റുകളോളം തെക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടും. അതവർ കണക്ക് കൂട്ടാത്ത സീറ്റുകൾ. ഇത്രയും വലിയ സീറ്റുകൾ അട്ടിമറിക്കപ്പെടുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും കോൺഗ്രസ്സിന് വലിയ
ഞെട്ടലുണ്ടാക്കുന്ന ഒരു സീറ്റ് വർധനവിനാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് പറയുന്നത് തെലങ്കാനയിലും അതേപോലെ കേരളത്തിൽ ഒറ്റ സീറ്റ് കിട്ടില്ല, അതേപോലെ കർണാടകയിൽ 18ഓളം സീറ്റ്, 15 മുതൽ 18 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടും. തമിഴ്നാട്ടിലാണെങ്കിൽ ഒറ്റ സീറ്റ് BJP കിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവർ വിലയിരുത്തി പറയുന്നത്. എന്തായാലും അധികം താമസിയാതെ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടാം. അതുവരെ കാത്തു നിൽക്കാം.